വെൽക്കം ബാക്ക് ടു ഈ ഒരു ഐറ്റം കണ്ടിട്ട് ആർക്കെങ്കിലും എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ ഒരുപാട് സംശയിക്കേണ്ട, ഇതൊരു ചമ്മന്തിയാണ്. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നല്ലേ? മാന്തൾ കൊണ്ടുള്ള ചമ്മന്തിയാണ്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ചെട്ടിക്കാട് പോയ സമയത്ത് പോണ വഴിക്ക് ഏകദേശം ഒരു മൂത്തകുന്നം പാലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഫുള്ള് ഇത് തന്നെയാണ് വിൽക്കാൻ തൂക്കിയിട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഉണക്കച്ചെമ്മീന് മേടിച്ചു, ഈ ഒരു മാന്തളിന്റെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇത് നല്ലപോലെ തൊലിയെ കളഞ്ഞ് നല്ലോണം കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഉണക്കി വെച്ചേക്കുന്ന സംഭവം. നമുക്ക് ഇതൊന്നും ചെയ്യണ്ട, പെട്ടെന്ന് നമുക്ക് പണ്ടത്തെ പോലെ ഇത് പൊളിച്ചെടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. എല്ലാം ചെയ്തിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നേക്കുന്ന സാധനമാണ്. ഈ ഒരു ഐറ്റം ഇത്രയ്ക്ക് തന്നെ 100 രൂപയാട്ടോ വരണത്. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ആകെ 3 എണ്ണേനെ എടുക്കണുള്ളൂ കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ, ചമ്മന്തിക്കല്ലേ. അപ്പൊ ഇത് രണ്ടാമത്തെ പ്രാവശ്യം എടുക്കാനുള്ളത് വെച്ചാൽ പിന്നെ അതുകൊണ്ട് വേറെയും കുറെ ഇത് ഉണ്ടാക്കാനുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചെന്നുള്ളൂ. അപ്പൊ ഇത് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു അരമണിക്കൂറോളം വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഉപ്പൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടി ഉപ്പ് ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ഫുള്ളായിട്ട് ഉപ്പ് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. അവരെന്റെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ ചെയ്യണേ കേട്ടോ. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 10-20 ഉള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കുറേശ്ശെ ഇട്ട് ഞാൻ ചതച്ചെടുക്കുവാണേ. അപ്പൊ ഇത് നമുക്ക് അരിഞ്ഞെടുക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് ചതച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പൊ കല്ലിലിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതെല്ലാം കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കുന്നത്. അപ്പൊ വെളുത്തുള്ളിയും ഉള്ളിയും ഒരുമിച്ചിട്ട് ചതച്ചെടുക്കുക കേട്ടോ. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം ഞാൻ വെളുത്തുള്ളി 2-3 എണ്ണേ വേണ്ടു. അപ്പൊ അത് ആദ്യം ചതച്ചിട്ട് പിന്നെ ഉള്ളി ഇട്ട് ചതച്ചെടുക്കുക ചെയ്തത്. അങ്ങനെ ഇത് ഞാൻ ചതച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മള് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്ന ആ ഒരു മാന്തളുണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഇത്. അപ്പൊ ഞാൻ ഇതൊന്ന് വെള്ളം വാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു അരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് ഞാൻ ഇത് മാറ്റി വാറ്റാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. അപ്പൊ അത് എടുത്തിട്ട് ഞാൻ ആ ഒരു വെള്ളത്തിന്റെ പാത്രം, നമ്മൾ മുക്കി വെച്ച വെള്ളത്തിന്റെ പാത്രത്തിന് മീതെ തന്നെ വെക്കുന്നത്. വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അത് ഊറി പോട്ടെ എന്ന് വെച്ചിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് ഞാനെടുത്ത് വെച്ചേക്കാണ്. അപ്പൊ ഇത് ഞാനൊരു കത്രിക വെച്ചിട്ട് കട്ടാക്കി എടുക്കുകയാണ്. അപ്പൊ ഏകദേശം മീഡിയം സൈസിലാണ് ഞാൻ കട്ടാക്കി എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ടാകാം കേട്ടോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിൽ പല ഭാഗങ്ങളും കളയാം എന്നൊക്കെ പറയണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏകദേശം തൊലിയെ കളഞ്ഞ് എല്ലാം കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കിയിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചേക്കണത്. ഇത് നമുക്ക് വെള്ളത്തിൽ ഇടാം ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വറുക്കത്രേ ശരിക്കും ഇതിൽ വേണ്ടു കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. ഓയിൽ യൂസ് ചെയ്യരുത്, വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഇട്ട് അത് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതില് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇതിലേക്ക് മുളക് പൊടി ഇടുമ്പോ നമ്മൾ മുളക് പരട്ടി വെക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ വറുക്കാൻ വെക്കുമ്പോ ഇത് തുണ്ട് മുളക് പൊടി ഇതിലേക്ക് ഒന്ന് ഇട്ടാ മതി. എന്നിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതിൽ പിടിച്ചോളൂ കേട്ടോ. ഇനി ഞാൻ നല്ലപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, നല്ലപോലെ കരിഞ്ഞു പോകും കേട്ടോ ഇതിൽ മുളക് പൊടിയും ഇടുന്ന കാരണം കൊണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം വറുത്ത് കോരി അടുത്തത് ഞാൻ ഇട്ടേക്കാണ്. 2 പ്രാവശ്യം വറുത്ത് കോരാളത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് വറുത്ത് കോരി വെച്ചു കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണയെ തന്നെ നമ്മൾ ചതച്ച് വെച്ച ആ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതില് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എല്ലാം ചെയ്തോളൂ കേട്ടോ. ഹൈ ഫ്ലെയിം ഇടുമ്പോ നന്നായി കരിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടോ ചെയ്താൽ മതി. അപ്പൊ ഇനി വെളിച്ചെണ്ണ കുറവുണ്ട്, ഇതിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് വേപ്പിലയാണ് ഇടണ്ടത് കേട്ടോ. ഞാൻ അത്യാവശ്യം കൂടുതൽ എണ്ണയായിട്ട് വേപ്പില ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്ക് വേപ്പില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായതുകൊണ്ട് ഞാൻ എല്ലാത്തിനും നല്ലപോലെ വേപ്പില ഇടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കുറച്ചിട്ടാലും മതി കേട്ടോ. ഞാൻ വേപ്പില ഇട്ട് ഇനി ഇതിലേക്ക് ഒന്ന് വാടിയപ്പോ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുകയാണ് കേട്ടോ. അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാട്ടോ. ഇതിന്റെ പച്ചമണം കളയണം കേട്ടോ മെയിനായിട്ട്. ഇനി ഇതിലേക്ക് ഇടേണ്ടത് വറ്റൽമുളക്, ഇതാണ് ഇതിന്റെ പ്രധാനം കേട്ടോ. വറ്റൽമുളക് പൊടിച്ചതാണ് ഇടേണ്ടത്. അത് ഞാനിപ്പോ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് എരിവിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് അതിലേക്ക് ഇടാട്ടോ. പിന്നെ ഈ മാന്തളിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. നല്ലപോലെ ഉപ്പുണ്ടാവും. എത്ര നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് തന്നാലും ഉപ്പ് എന്തായാലും അതിൽ പിടിച്ചിട്ടുള്ളത് പോകില്ല. അപ്പൊ ഉപ്പിന്റെ ആവശ്യമില്ല. ചില ആൾക്കാർക്ക് ഈ ഉപ്പൊന്നും പോരാണ്ട് വരും. എന്നാലും
വേണമെങ്കിൽ ഇടാം, അത്രേനേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിൽ ഞാൻ ഈ മാന്തൾ വറുത്തത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല പോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് കുറച്ചേരം ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഏകദേശം ഒന്ന് മിക്സ് ആയെന്ന് പറഞ്ഞാൽ ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുക. ഒന്ന് ചെറുതായിട്ടും ചൂടാറിയ ശേഷം മാത്രമാണ് ചെറിയ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാൻ പാടുള്ളൂ. ഒരു തരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കുവാണേ. അപ്പൊ ദേ അടിച്ചു വെച്ചപ്പോ ദേ ഇതേപോലെ കിട്ടിയത്. ഒരുപാട് ഇട്ട് അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇനി വല്ലാതെ മെൽറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായി ഒന്ന് അടിച്ചോളൂ കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തണേ കേട്ടോ. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാന്തൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും ഉണക്കമാന്തളാണ്. അതിന്റെ ചമ്മന്തി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേക ടേസ്റ്റ് ആണ്. ഉപ്പൊക്കെ ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് എക്സ്ട്രാ ഉപ്പിടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നല്ല എരിവൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മാന്തൾ ചമ്മന്തിയാണ്. ഇതൊന്ന് ചോറിന്റെ കൂടെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ, കാലത്തിലെ ചോറ് തരുന്ന അറിയില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് ട്രൈ ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.